പുതിയ പരാതികളിൽ മുക്കിക്കളയുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? കോടതി പറഞ്ഞാലേ നടപടിയെടുക്കൂ എന്ന നിർബന്ധത്തിലാണോ സർക്കാർ? മലയാള സിനിമയിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളെ തുറന്നു കാണിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ട് ഇന്ന് 10 ദിവസം പൂർത്തിയാവുകയാണ്. ഈ 10 ദിവസത്തിനിടെ നമ്മൾ പല തവണയായി ഈ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളെപ്പറ്റി, അതിൻ്റെ പല പ്രശ്നങ്ങളെപ്പറ്റി ഒക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ 10ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. താരങ്ങളെക്കുറിച്ച്, ടെക്നീഷ്യൻസിനെ പറ്റിയൊക്കെ ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട്. ആ പരാതികളിൽ അന്വേഷണ സംഘം മുന്നോട്ട് നടപടികളുമായി പോകുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ എവിടെ പോയി ഹേമ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തു? ജിഷ്ണു, എനിക്ക് തോന്നുന്നത് പൊതുസമൂഹം കരുതുന്നത് ഈ ഹേമ റിപ്പോർട്ടിൽ പറയുന്ന പല പ്രധാനപ്പെട്ട പരാതികളുമാണ് ഒരു പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിലൊക്കെയാണ് ആളുകൾ പരാതികളുമായി മുന്നോട്ട് വരുന്നതും അതിലിപ്പോൾ കേസെടുക്കുന്ന തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം 2 പരാതിക്കാരുടെ മൊഴി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി മൊഴിയെടുത്തു. സിദ്ദിഖിനെതിരെയുള്ള പരാതി ഇവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇങ്ങനെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഹേമ റിപ്പോർട്ടുമായി യാതൊരു ബന്ധവുമില്ല. ആ റിപ്പോർട്ടിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല സർക്കാർ എന്നതാണ്. തീർച്ചയായും ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യത്തെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചർച്ചകൾ മറ്റു പല രീതിയിലേക്ക് മാറാൻ ആരംഭിച്ചിരുന്നു. അതായത് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉയരുന്ന ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പൂർണ്ണമായും ഈ ചർച്ച ആരോപണങ്ങളിലേക്കും അതുപോലെ തന്നെ ആരോപിതരായ ആളുകളുടെ രാജി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 233ഓളം പേജുകളിലായി വളരെ സമഗ്രമായി പഠിച്ച ഒരുപാട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ ഈ സാഹചര്യത്തിൽ കാണാതെ പോകുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഒരുപാട് നിർണായകമായ വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ സെക്ഷൽ അലിഗേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും അധികം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയരുന്നതും അത്തരത്തിലുള്ള ആരോപണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയരാണ് ഈ പറയുന്ന റിപ്പോർട്ടിലും പരാമർശിക്കപ്പെട്ട പേരുകൾ. അതായത് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത പേരുകൾ ഇവരൊക്കെയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു തീർപ്പിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപകടമാണ്. അതായത് വളരെ ഗ്രേവായ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന പല തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് എന്ന് ഹേമ കമ്മിറ്റി ഈ സെക്ഷൽ അലിഗേഷൻ്റെ ഭാഗത്ത് തന്നെ പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇതൊന്നുമല്ലാതെയും ആളുകൾ ഇപ്പോഴും എന്താ പറയുക, വളരെ മാന്യന്മാരായി നടിച്ചുകൊണ്ട് ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ വലിയ പേരുകൾ പോലുമുണ്ട് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് ജസ്റ്റിസ് ഹേമ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില സൂപ്പർ സ്റ്റാറുകൾ തന്നെ, അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതിലേക്ക് കൂടി ചർച്ചകൾ നീളേണ്ടതുണ്ട്. ആ പേരുകൾ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ നിറഞ്ഞത് അതായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ദൃശ്യം അതാണ് വെളിവാക്കുന്നത്. ഈ പേരുകൾ പുറത്തു വരാതിരിക്കാൻ കൂടി ബോധപൂർവമായ ഒരു ഗതി തിരിച്ചുവിടൽ നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഈ റിപ്പോർട്ടിനെ പറ്റി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു കോൺക്ലേവ് ആയിരുന്നു ഇതിന് മറുപടിയെങ്കിൽ ആ കോൺക്ലേവിൽ ആരൊക്കെ എന്നതിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ സ്വാഭാവികമായും സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്, അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊപ്പം വളരെ ഗുരുതരമായ, വളരെ ഗൗരവമേറിയ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് വനിതാ ടെക്നീഷ്യൻസിന് കിട്ടുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രതിഫലത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, കോൺട്രാക്റ്റ്. ഏതൊരു തൊഴിൽ മേഖലയിലാണ് ഒരു കോൺട്രാക്റ്റ് ഇല്ലാതിരിക്കുക? മലയാള സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല പലപ്പോഴും. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇതിനൊക്കെ പറ്റി പഠിച്ച ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ, ഇവർ പറയുന്നത് പോലെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ അനങ്ങിയിട്ടില്ല. സർക്കാർ ഇപ്പോഴും, എനിക്ക് തോന്നുന്നത് സർക്കാർ ഇപ്പോൾ മുകേഷ് എന്ന ഒരൊറ്റ എലിമെൻറ്റിൽ മാത്രമാണ് സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതിരോധം ഉണ്ടാവുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ, മുകേഷിനെതിരായ അലിഗേഷനും ഒഴിച്ചു നിർത്തിയാൽ
സർക്കാർ ഇപ്പോഴും ആ റിപ്പോർട്ട് കയ്യിൽ വെച്ച് വളരെ സമാധാനപൂർവ്വം അപ്പുറത്തിരുന്ന് ഇപ്പോൾ നടക്കുന്ന ഈ കളികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി ഇതിൽ ഇടപെട്ടു. കോടതി ഇടപെട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നടപടി എടുക്കാൻ ബുദ്ധിമുട്ട്, എന്താണ് തടസ്സമുള്ളതെന്ന് ചോദിച്ചു. അവസാനം കോടതി ഈ റിപ്പോർട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സെപ്റ്റംബർ 10-നകം കോടതിയിലേക്ക് എത്തണം, പൂർണ്ണമായി മുദ്രവെച്ച റിപ്പോർട്ട് അവിടെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 10 വരെ കാത്തിരിക്കേണ്ട കാര്യം എന്താണ് സർക്കാരിന്? ഈ മേഖല നവീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ദിവസം നേരത്തെ ഈ നടപടികൾ തുടങ്ങുകയല്ലേ വേണ്ടിയിരുന്നത്? ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടി ഇത്ര കാലമായി, ആ കാലത്ത് എന്തെങ്കിലും നടപടി എടുത്തിരുന്നെങ്കിൽ ജിഷ്ണു, ഇതിൽ നടന്ന എത്രയോ ഒഫൻസസ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു, എത്രയോ അനീതി ഒഴിവാക്കാമായിരുന്നു, എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ കടന്നു വരാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാത്ത സർക്കാർ ഇപ്പോഴും ഇതിനിടയിലൂടെ പതിയെ വഴുതി മാറുകയാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഈ അന്വേഷണ സംഘം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചല്ലോ. ആ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം പോലും ഈ സർക്കാരിന്റെ വളരെ വഴക്കത്തോടെയുള്ള ഒഴിവാവലിന് ഒരു ഉദാഹരണമാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എന്തിനാണ് ഈ അന്വേഷണ സംഘം? ആളുകൾ പൊതുവെ വിചാരിക്കുക, ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇതിലെന്താണ് നടപടി എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ നടപടി എടുക്കാൻ, അല്ലെങ്കിൽ ഈ കേസുകളെ പറ്റി, ഈ ആരോപണങ്ങളെ പറ്റി പഠിക്കാൻ അല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് ഇങ്ങനെ ഒരു ഉത്തരവ്, അതായത് എന്തിനാണ് ഈ കമ്മിറ്റി, ഈ ടീം എന്തിനാണ്, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർ പ്രവർത്തിക്കേണ്ടത്, ഇതൊക്കെയാണല്ലോ ഒരു ടീമിനെ നിയോഗിക്കുമ്പോൾ ആദ്യം ഉണ്ടാവുക. ഈ ടീമിനെ നിയോഗിച്ചുകൊണ്ട് DGP ആണ് പ്രത്യേക ഉത്തരവ് ഇറക്കുന്നത്. ആ DGPയുടെ പ്രൊസീഡിങ്സ് ഓഫ് സ്റ്റേറ്റ് പോലീസ് ചീഫ്, ഇതാണല്ലോ അതിന് പറയുന്നത്. മറ്റേത് ഗവൺമെന്റ് ഉത്തരവാണെങ്കിൽ ഇത് പ്രൊസീഡിങ്സ് ഓഫ് SPC ആണ്. ഇത് ഇന്ന് വരെ നമ്മൾ ആരും പൊതുസമൂഹം കണ്ടിട്ടില്ല. ഇതാകെ കിട്ടിയിട്ടുള്ളത് മുദ്രവെച്ച കവറിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്. എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ അന്വേഷിക്കുന്നത്, ഏത് തരത്തിലായിരിക്കും ഇവർ പ്രവർത്തിക്കുക, ഈ കാര്യങ്ങൾ പൊതുസമൂഹം അറിഞ്ഞാൽ എന്തായിരിക്കും ജിഷ്ണു പ്രശ്നം? അതാണ് ഇതിലെ ഒരു നിഗൂഢത, എന്തിനാണ് സർക്കാർ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് എങ്ങനെയാണ് ഈ SIT നിയമിക്കപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ കോൾഡായി, വളരെ തണുപ്പൻ മട്ടിൽ പ്രതികരിച്ച ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട സർക്കാരിന് നേതൃത്വം നൽകുന്ന മന്ത്രിസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ സിനിമാ മേഖലയിൽ നിന്ന് അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ പ്രതിനിധികളായ ആളുകൾ ഒരു ഭാഗത്ത് തണുപ്പൻ മട്ടിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇപ്പുറത്ത് സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ആളുകളും അതേ മട്ടിലാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതെന്താ, 94 വർഷത്തെ പാരമ്പര്യമുള്ള മലയാള സിനിമയെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഏതെങ്കിലും വ്യക്തികൾക്കുണ്ടായ തിക്താനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ മോശമാക്കാൻ ശ്രമിക്കരുത്. ആലോചിച്ച് നോക്കൂ, സിദ്ദിഖിൻ്റെ വാചകങ്ങൾ എന്തായിരുന്നു? ഇത് തന്നെയായിരുന്നു. അതായത് ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ മാത്രമാണുള്ളത്, ഇതല്ല മലയാള സിനിമയിലെ യഥാർത്ഥ പ്രശ്നം എന്ന തരത്തിലായിരുന്നു സിദ്ദിഖും പ്രതികരിച്ചത്. അതായത് ഇവർക്കെല്ലാവർക്കും ഒരേ ശബ്ദമെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ പ്രതികരണങ്ങൾ മുഴുവൻ. എന്നാൽ കോടതി ഇടപെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോഴും അതിലും എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ശ്രീധർ ചൂണ്ടിക്കാണിച്ചതുപോലെ. ഈ ഉത്തരവ് എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല? ഈ കൊടുക്കുന്ന ഉത്തരവ് ഒരു ജിയോ അല്ല, അതിന് പകരം ഈ പറയുന്ന പ്രൊസീജിയർ ഓഫ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നിർദ്ദേശം മാത്രമാണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ ഈ പറയുന്ന കേസ് എടുക്കുക, അന്വേഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മൊഴികൾ എടുക്കുകയും ഈ വിവരങ്ങൾ ശേഖരിക്കുകയും അതിൽ കേസെടുക്കാൻ പാകമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന രീതിയിലേക്ക് കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു SHOയുടെ പവറും കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നേരിട്ടൊരു പരാതി ലഭിക്കുമ്പോൾ കേസെടുക്കുക അതിനപ്പുറത്തേക്ക് കേസെടുക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ ഒരു ഒളിച്ചുകളി, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അതുപോലെ തന്നെ ഏതായാലും കോടതി ഇടപെട്ടു, കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ അന്വേഷണത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കടക്കുക, ഉടനെ തന്നെ ഈ പറയുന്ന എന്താ പറയുക, കുറച്ചുകൂടി സീരിയസ് ആയ ഒരു നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് സർക്കാർ ഈ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 10-ാം തീയതി ഈ കോടതി ചെവിക്ക് പിടിക്കുന്നത് വരെ കാത്തിരിക്കുകയാണെന്നുള്ളത്. സമയം അന്ന് കഴിയുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാം, അപ്പോൾ കോടതി എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാം. ഇതിലെവിടെയാണ് ഒരു ഉത്തരവാദിത്വ ബോധം? അല്ലേ? അതെ, അതായത് ഒന്നാലോചിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ, അതായത് ഇപ്പോൾ സെക്ഷൽ അലിഗേഷൻസ് ഒരു ഭാഗത്തുണ്ട്,
പുറത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുകൾ പുറത്തു വരാനുണ്ട്. ആ പേരുകൾ ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. നമുക്കറിയാം, ഒന്നാലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ഇരകൾ അല്ലെങ്കിൽ അതിജീവിതകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഈ വേട്ടക്കാരായ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വിടുകയും ചെയ്യേണ്ടതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആരോപണങ്ങളുമായി വന്ന ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വെർബൽ റേപ്പിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയ ബുള്ളിങ്ങിന് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുതായിരുന്നു. ആ തരത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നടക്കുന്ന ഈ വെർബൽ റേപ്പ് അല്ലെങ്കിൽ ഇത്രയും വലിയ സൈബർ ആക്രമണം നടക്കുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത ആരെങ്കിലും ധൈര്യത്തോടെ എങ്ങനെ വരും? സർക്കാരാണ് ഇപ്പോൾ പരാതി കൊടുത്തവർക്കെതിരെ ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുത്ത് നോക്കൂ, ഞങ്ങൾ സംരക്ഷിക്കാം എന്നൊരു ഉറപ്പ് നൽകേണ്ടത് സർക്കാരാണ്. സർക്കാർ അനങ്ങുന്നുണ്ടോ? സർക്കാർ ഇതൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതേസമയം ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെ എന്താ പറയുക ഇമേജ് സംരക്ഷിക്കാൻ ഒക്കെ സർക്കാരിനൊരു ഉത്തരവാദിത്വ ബോധം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത് അദ്ദേഹം പ്രഗത്ഭനായ ഒരു സംവിധായകനാണ്, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് വാചാലനാവുന്നുണ്ട്. ഈ പരാതി കൊടുത്തവർക്ക് എവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം? ഇതുണ്ടെങ്കിലല്ലേ സർക്കാർ ആവശ്യപ്പെടുന്ന പ്രകാരം ഇനിയും പരാതിക്കാർ രംഗത്ത് വരണമെങ്കിൽ ഇപ്പോൾ സർക്കാർ നടപടിയെടുത്ത് കാണിക്കണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ രീതിയിൽ സർക്കാരിന്റെ ഈ തണുപ്പൻ മട്ട് എല്ലാത്തിലും പ്രകടമാണ്. അതായത് ഒരു തരത്തിലും ഇപ്പോൾ ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഉയർന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ, അതായത് തൊഴിലിടത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ഈ ലൈംഗിക ചൂഷണം അതിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റു പല ചൂഷണങ്ങളുണ്ട്. അപ്പോൾ അസംഘടിതരായ ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന. അവരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അതിനപ്പുറത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ആളുമായി സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടർമാരെന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർമാർ ആരാന്ന് നമ്മൾ ആലോചിക്കണം. അതായത് സിനിമ എങ്ങനെയെങ്കിലും സിനിമ എടുക്കണം, സ്വന്തമായൊരു സിനിമ എടുക്കണമെന്ന ആഗ്രഹത്തിലാണ് ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ അസിസ്റ്റ് ചെയ്ത് പതുക്കെ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന ആഗ്രഹത്തിലാണല്ലോ ഒരാൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ബാറ്റ നൽകുന്നില്ല എന്നാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ബാറ്റ വാങ്ങാൻ പോലും യോഗ്യതയില്ലാത്തവരായി ഇവർ മാറുന്നു എന്നുള്ള അവസ്ഥ. അവരുടെ പ്രതിഫലം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ഇവർക്ക് കരാർ എഴുതുന്നില്ല. അപ്പോൾ കരാറിൻ്റെ ലംഘനം ഇവിടെ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കരാറില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ചർച്ചകൾ കൂടുതൽ വിശാലമായ രീതിയിലേക്ക് കൂടി പോകുന്നുണ്ട്. അതായത് ഫെഫ്ക എന്ന് പറയുന്ന ഈ ടെക്നീഷ്യൻസിൻ്റെ ഓർഗനൈസേഷനിലേക്ക് കൂടി ഈ കാര്യങ്ങൾ, സാങ്കേതിക വിദഗ്ധരുടെ ഓർഗനൈസേഷനിലേക്ക് കൂടി ഈ ചർച്ച നീളുകയാണ്. അപ്പോൾ അവരുടെ നിലപാട് എന്തായിരുന്നു? അവർ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു നിലപാട് പറയേണ്ടി വരുന്നത്. അതായത് ഈ പറയുന്ന കുറ്റാരോപിതരായ ആളുകൾ തങ്ങളുടെ സംഘടനയിലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഫെഫ്കയ്ക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ മാത്രമാണ്, ഈ 10ാമത്തെ ദിവസം മാത്രമാണ്. അവർക്ക് ഒരു തരത്തിലുമുള്ള സ്റ്റാൻഡ് എടുക്കാൻ അതിനു മുമ്പ് സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഇത് വലിയൊരു തൊഴിൽ പ്രശ്നമാണ്. വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട വലിയൊരു തൊഴിൽ പ്രശ്നത്തിൽ കഴിഞ്ഞ 10 ദിവസമായി സർക്കാർ മൗനത്തിലാണ് എന്നുള്ളതും ഒരു തരത്തിലും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ ഇപ്പോൾ ഈ ചർച്ച ഇത്രയും പുരോഗമിക്കാൻ കാരണം സർക്കാരിൻ്റെ യാതൊരു ഇടപെടലുമല്ല, അത് ഒരു പറ്റം സ്ത്രീകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്ന ചർച്ചകളിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഒരു പറ്റം സ്ത്രീകൾ പുറത്തു വരാനും അവരുടെ അനുഭവം തുറന്നു പറയാനും അവരെ ചൂഷണം ചെയ്ത ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാനും തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ച ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതിൽ യാതൊരു തരത്തിലും അത്തരമൊരു പ്രൊഡക്റ്റീവായ ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് കൃത്യമായി ഈ സമയത്ത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇത് ഇപ്പം ഏതാണ്ട് ഒരു തമ്മിൽ തല്ല് കണ്ട് രസിച്ച് സർക്കാർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ഫെഫ്ക ഒരു നിലപാട് 10 ദിവസത്തിന് ശേഷം ഒരു നിലപാടുമായി വരുമ്പോൾ അതിനെതിരെ മറ്റൊരു വിഭാഗം വരുന്നു. അതായത് ഫെഫ്കയിൽ ഏതാണ്ട് ഒരു കഴിഞ്ഞ ദിവസം അമ്മയിൽ നടന്നത് എന്താണോ, അമ്മയിൽ നമ്മൾ കണ്ടത് ഒരു രാജ്യനാടകമാണ്. അവിടെ ഉത്തരവാദിത്വത്തോടെ മറുപടി പറയേണ്ടവരെല്ലാം രാജിവെച്ചൊഴിയുന്നു. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? അവിടെ മോഹൻലാൽ ഇതിനെല്ലാം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്നൊരു വികാരം മോഹൻലാലിന് ഉണ്ടാവുന്നു. ഞാൻ മാത്രമാണോ ഇതിന് ബാധ്യസ്ഥൻ, എനിക്കെന്താണ് ഉത്തരവാദിത്വം എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾ അപ്പുറത്ത്, മമ്മൂട്ടിയും മോഹൻലാലിനെയും ആണല്ലോ നമ്മൾ ഈ മലയാള സിനിമാ തറവാടിൻ്റെ 2 കാരണവന്മാരായി കാണുന്നത്. അപ്പോൾ ഒരാൾ വളരെ സേഫ് സോണിലിരിക്കുന്നു, ഞാൻ എന്തിനു മറുപടി പറയണമെന്ന് മോഹൻലാൽ ചോദിക്കുന്നു.
അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരുന്നു. യുവതലമുറ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടതെന്ന് ആ കൂട്ടത്തിലെ യുവതലമുറ ചോദിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് തടിയൂരാൻ ഇതേ ഉള്ളൂ മാർഗമെന്ന് കണ്ട് അമ്മയിൽ ഒരു തടിയൂരൽ നടക്കുന്നു. ഫെഫ്ക 10-ാം ദിവസം ഒരു അഭിപ്രായവുമായി വരുമ്പോൾ ആഷിഖ് കപൂറിനെ പോലെയുള്ളവർ പറയുന്നു ഇത് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായമാണ്, അവിടെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന രീതിയിൽ വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എല്ലായിടത്തും അടിയാണ്. ഈ അടിയുടെ ഇടയിലൂടെ നൈസായി രക്ഷപ്പെട്ടു പോകുന്നത് സർക്കാരാണ്. സർക്കാർ തൽക്കാലം എന്തായാലും ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ യുവതലമുറ, ഈ സിനിമയിലെ യുവതലമുറ ഇതിലൊക്കെ അതൃപ്തരാണ്. അവർക്ക് ചിലത് പറയാനുണ്ട്. ഒരു പക്ഷേ ജഗദീഷ് ചെയ്ത ഒരു സിനിമയുടെ പേരാണ് തിരുത്തൽവാദി. എന്തായാലും അതുപോലെ ഈ സിനിമയിലും ഒരു തിരുത്തൽവാദത്തിന് ജഗദീഷ് തുടക്കമിട്ടു. ആ തുടക്കം ഏറ്റുപിടിച്ച ഒരു പക്ഷേ പല ശബ്ദങ്ങൾ അവിടെ ആയി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലല്ലാണ്ട് ജിഷ്ണു എനിക്ക് തോന്നുന്നത് മറ്റൊന്നിലും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല. ഈ സർക്കാരിന് ഇപ്പോഴും ഈ സമിതി നമ്മുടെ സിനിമയെ മെച്ചപ്പെടുത്താൻ, നമ്മൾ ഈ അഭിമാനിക്കുന്ന മലയാള സിനിമയെ മെച്ചപ്പെടുത്താൻ ഒരു നയരൂപീകരണ സമിതി കൊണ്ടുവരുമ്പോൾ ആ സമിതിക്കകത്ത് മുകേഷ് ഉണ്ട്. അതിൽ നിന്ന് ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും സർക്കാരിന് ഇതുവരെ തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടും അവിടെ പോലും സർക്കാർ സംശയിച്ച് നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. അവർ നേരത്തെ പറഞ്ഞതുപോലെ, ജിഷ്ണു പറഞ്ഞതുപോലെ WCC എന്ന ഒരു പറ്റം സ്ത്രീകൾ അവരുടെ കരിയർ കളഞ്ഞ്, അവരുടെ ജീവിതം കളഞ്ഞ് അവരിറങ്ങി പുറപ്പെട്ട ഈ പോരാട്ടത്തിൽ ആരൊക്കെയാണ് അവർക്ക് പിന്നിൽ അണിനിരക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം പിന്നിലല്ല അവരോടൊപ്പം അണിനിരക്കുക എന്നതിൽ മാത്രമേ ഇനി എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഇനി കോടതി പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും? അതാണ് കോടതി പറഞ്ഞാൽ സർക്കാർ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് കൗതുകത്തോടെ കാണേണ്ട കാര്യം. അതായത് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ പേരുകളെല്ലാം അടങ്ങിയ റിപ്പോർട്ടായിരിക്കണം. അതായത് ഈ പറഞ്ഞ അനുബന്ധ റിപ്പോർട്ട് കൂടി ചേർത്താണല്ലോ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പേരുകൾ കൂടി വരുന്നതോടുകൂടി ഇത് പരിശോധിക്കുകയും ഈ ആളുകൾക്കെതിരെ നടപടി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് പോകാനുള്ള എന്ത് തടസ്സമാണുള്ളത് എന്ന് കോടതി ചോദിക്കുന്ന പോയിന്റിൽ എന്താണ് സർക്കാരിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള കാര്യം, കോടതി ഇടപെട്ടപ്പോൾ തന്നെ നമ്മൾ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സമിതി അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നായിരിക്കും ഒരുപക്ഷെ സർക്കാർ പറയാൻ പോകുന്ന മറുപടി. എന്നാൽ അപ്പോഴും ഇത് അത്ര ആവേശത്തോടെ അന്വേഷിക്കാനുള്ള ഒരു ത്വരയൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിരിക്കുന്ന രണ്ട് പ്രധാന വ്യക്തികൾ, ആ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് ഇതിലേക്ക് ഇടപെടുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് ആ ചോദ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയിലേക്കോ ഒന്നും ഒരു പോയിന്റിലും നമ്മൾ കടക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അവർ വളരെ ഈസിയായി മാറി നിൽക്കാൻ അവർക്ക് സാധിക്കുന്നു. നമ്മൾ ഡേ 1 മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് മോഹൻലാലിന് ഇതിനകത്ത് ഒരു വാചകം പോലും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല ആരിലേക്കൊക്കെ ഇത് നീളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അടിസ്ഥാനപരമായി കേരളത്തിലെ മുഴുവൻ ജനതയും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ അവകാശം നിർബന്ധമായും നിറവേറ്റപ്പെടേണ്ടതുണ്ട്. ഈ പറയുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. വിഗ്രഹങ്ങളാണെങ്കിൽ അത് തീർച്ചയായും ഉടയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ICL Finco, the intelligent choice.